ജീവിതത്തിലെ ഈ ബോഡി ഷേമിംഗ് ഒന്നും ഫേസ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവും? എനിക്കറിയില്ല അങ്ങനെ കാണുമെന്ന്. എന്നെ സംബന്ധിച്ച് എന്നെ പരിചയമുള്ള ആളുകൾ ആരെങ്കിലും എന്നെ ബോഡി ഷെയിം ചെയ്യാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം എന്റെ ഹസ്ബൻഡ് എന്ന് മാത്രമായിരിക്കും. ബാക്കിയുള്ള ആളുകളിൽ പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. വളരെ ചുരുക്കം ചില ഫ്രണ്ട്സ്. ബാക്കിയുള്ളവരെല്ലാവരും എന്നെ കളിയാക്കിയിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഫിസിക്കൽ അപ്പിയറൻസിന്റെ പേരിൽ എന്നെ കേൾപ്പിച്ചും കേൾക്കാതെയും പിന്നെ എന്റെ ഫാമിലിയിൽ പറഞ്ഞു, അതായത് എന്റെ പാരന്റ്സിനോട് പറഞ്ഞൊക്കെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് ചുറ്റിനുള്ള എല്ലാ ആളുകളും. ഇതിപ്പോൾ ഇവിടെ വന്നിരുന്ന് പറയുന്നത് എന്റെ അനിയത്തിന്റെ കല്യാണം വരികയാണ്. അപ്പോൾ ഞാൻ ഇതിന്റെ ഇരട്ടി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിങ് കേൾക്കാൻ വേണ്ടിയിട്ട്, കളിയാക്കൽ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കലാണ്. കാരണം ഇപ്പൊ കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. രണ്ടാമത്തെ ആൾക്ക് 1 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ വണ്ണം വെച്ചിട്ടുണ്ട്. വണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അത്ര ഡയറ്റീഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ഫുഡിൽ ഒരുപാട് ശ്രദ്ധിച്ച് ഞാൻ നല്ല രീതിയിൽ ഫുഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിക്കുന്ന ഒരാളല്ല. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിക്കുള്ള ചേഞ്ചസും കാര്യങ്ങളെല്ലാം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ എന്റെ ഈ സിറ്റുവേഷൻ കാണുമ്പോൾ ഇതുവരെ ചോദിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ ചോദിക്കാനുള്ള ഒരു അവസരമാണല്ലോ. അതിന് മുന്നേ ഒരു വീഡിയോ എടുത്തേക്കാൻ കരുതി, അത്രേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ചെയ്ത ആളുകൾ ആരും ഒരിക്കലും എന്നോട് ഞാൻ ഹാപ്പി ആണോ, ഞാൻ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ, ഞാൻ ഉറങ്ങുന്നുണ്ടോ, ഈ 2 കുട്ടികളെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്റെ ലൈഫ് എങ്ങനെ പോകുന്നു, ഇതൊന്നും ചോദിച്ചിട്ടില്ല. ഈ ഒരു ചോദ്യം പോലും ചോദിക്കാത്ത ആളുകൾ ആദ്യം പറഞ്ഞ എല്ലാ ചോദ്യവും മറക്കാതെ ചോദിക്കാറുണ്ട്. എപ്പോൾ കണ്ടാലും ഈ ചോദ്യം ചോദിക്കുന്നത് തന്നെ ഒരുപാട് പേരെ എനിക്ക് പരിചയം പോലും ഇല്ല. എന്നെ പോലും പരിചയമില്ല. എന്റെ പേര് അറിയത്തില്ലെങ്കിലും ഈ കണ്ട കാര്യങ്ങളെല്ലാം ചോദിക്കണം. എല്ലാ ഫിസിക്കലി എല്ലാ അപ്പിയറൻസ് വെച്ചിട്ടും എത്രത്തോളം എന്നെ കളിയാക്കാം, എത്രത്തോളം എന്നെ വേദനിപ്പിക്കാം, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാം, ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ. സോ അങ്ങനെ കളിയാക്കുന്ന ആളുകളിൽ പെട്ടതാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഈ ആരെയും കളിയാക്കാതിരിക്കുക. നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യനിങ്ങും മറ്റൊരാൾക്ക് കൊടുക്കുന്ന ട്രോമാസും അവർക്കുണ്ടാവുന്ന വിഷമവും ഡിപ്രഷനും കാര്യങ്ങളും പറഞ്ഞറിയിക്കണമെങ്കിൽ നിങ്ങളിത് ഫേസ് ചെയ്യണം. എന്റെ മേലും നൊന്താൽ ഉണ്ടാകുന്ന വേദന നിന്റെ മേലും നൊന്താൽ മാത്രമേ നിനക്ക് മനസ്സിലാവൂ. അത് തന്നെയാണ് ഇതിലും പറയാനുള്ളത്.